കഴിഞ്ഞ 14 കൊല്ലത്തിനിടെ സംസ്ഥാനത്ത് വന്യജീവി ആക്രമണത്തിൽ 1523 പേരാണ് കൊല്ലപ്പെട്ടത്. കാട്ടാന ആക്രമണത്തിൽ മാത്രം 273 പേർ മരിച്ചു. കടുവയുടെ ആക്രമണത്തിൽ 11 പേരും കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ 63 പേരുമാണ് കൊല്ലപ്പെട്ടത്. AB ജയശങ്കർ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. ജയശങ്കർ, ഗുഡ് മോർണിംഗ്. ഈ കാട്ടുമൃഗങ്ങളുടെ ആക്രമണം നാട്ടിൽ വളരെ കൂടിയിരിക്കുന്നു. ഈ മരണവും അതിൻ്റെ എണ്ണവും കൂടുന്നു. നമുക്ക് ആശങ്കപ്പെടേണ്ട സാഹചര്യമാണ് ഈ മലയോര വനപ്രദേശങ്ങൾക്കടുവിലുള്ള സ്ഥലത്ത് ഉണ്ടാകുന്നത്. പറയൂ. അതായത് SKN, ഈ ആധുനിക മനുഷ്യൻ, ആധുനിക സമൂഹം ഒരുപാട് പുരോഗമിച്ചു എന്ന് പറയുമ്പോഴും വന്യജീവി ആക്രമണത്തിൽ മനുഷ്യജീവനുകൾ വർഷം കഴിയുന്തോറും നിരന്തരം പൊലിയുന്നു എന്ന കണക്കുകളാണ് നിലവിൽ പുറത്തുവരുന്നത്. ഈ വനം വകുപ്പ് രേഖപ്പെടുത്തിയിരിക്കുന്ന കണക്കുകൾ അനുസരിച്ച് കഴിഞ്ഞ 14 വർഷത്തിനിടെ 1523 പേരാണ് വിവിധ വന്യജീവി ആക്രമണങ്ങളിൽ സംസ്ഥാനത്ത് കൊല്ലപ്പെട്ടിരിക്കുന്നത്. കാട്ടാനയുടെ ആക്രമണത്തിൽ മാത്രം ജീവൻ നഷ്ടമായത് 273 പേർക്കാണ്. കടുവയുടെ ആക്രമണത്തിൽ 11 പേർക്കും കാട്ടുപന്നി ആക്രമണത്തിൽ 63 പേർക്കും ഒപ്പം തന്നെ ഈ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ 9 പേർക്കും ജീവൻ നഷ്ടമായി. ഒപ്പം തന്നെ ഈ പാമ്പ് കടിയേറ്റ് മരിച്ചത് 1421 പേരാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ മരണപ്പെട്ടത്, സംസ്ഥാനത്ത് മരണപ്പെട്ടത് ഈ പാമ്പ് കടി ഏറ്റുകൊണ്ടാണെന്ന കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും സംസ്ഥാനത്ത് 2018-19 വർഷത്തിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ വന്യജീവി ആക്രമണത്തിൽ മരണപ്പെടുന്നത്. 146 പേരാണ് ഈ ഒരു വർഷം മാത്രം മരണപ്പെട്ടത്. ഒപ്പം തന്നെ ഈ കടുവയുടെ ആക്രമണത്തിൽ 11 പേർ കൊല്ലപ്പെട്ടു എന്ന് പറയുമ്പോഴും ഇതിൽ 10ഓളം പേർ വയനാട് ജില്ലയിലാണ് മരണപ്പെട്ടതെന്ന ഞെട്ടിക്കുന്ന ഒരു വിവരവും ഈ കണക്കിന്റെ കൂട്ടത്തിലുണ്ട്. അത്തരത്തിൽ വന്യജീവി ആക്രമണങ്ങൾ തുടർച്ചയായി വർദ്ധിക്കുന്ന ഒരു സാഹചര്യം. പക്ഷേ ഇതിൽ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് ആശ്വാസകരമാകുന്ന ഒരു കാര്യം, 2022 ശേഷം സംസ്ഥാനത്തെ ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള ക്രമീകരണങ്ങൾ ഒരുക്കുകയും വനംവകുപ്പ് കൂടുതൽ ജാഗ്രത പുലർത്തുകയും ചെയ്തതിനു ശേഷം ഈ വന്യജീവി ആക്രമണങ്ങൾ പൊതുവെ വർദ്ധിച്ചിട്ടുണ്ടെങ്കിലും ഈ വന്യജീവി ആക്രമണം മൂലമുണ്ടാകുന്ന മരണങ്ങളുടെ തോത് പൊതുവിൽ കുറയ്ക്കാൻ വനംവകുപ്പിന് സാധിച്ചിട്ടുണ്ട്. ഈ 2022 ശേഷമുള്ള കണക്കുകൾ ഇത് തന്നെയാണ് വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ വർഷം ഉൾപ്പെടെ ഇത് 62ലേക്ക് ഉൾപ്പെടെ ഈ മരണനിരക്ക് കുറയ്ക്കാൻ സാധിച്ചു. കടുവയുടെയും ആനയുടെയും എല്ലാം ആക്രമണത്തിലുള്ള മരണനിരക്കാണ് നിലവിൽ കുറഞ്ഞിരിക്കുന്നത്. അപ്പോഴും ഈ പാമ്പ് ഉൾപ്പെടെയുള്ള ജീവികളുടെ ആക്രമണം തുടരുന്നുണ്ട്. SKN. താങ്ക് യു. AB ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്.